വിവാഹശേഷവും എതിർകക്ഷി മിസ്റ്റർ രവി പരസ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതിനാൽ ഹിന്ദു മാരേജ് ആക്ട് 13-ാം വകുപ്പ് പ്രകാരം വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു. കുട്ടിയുടെ രക്ഷകത്വത്തിന്റെ കാര്യത്തിൽ മിനി എന്ന പെൺകുട്ടിയെ ആഴ്ചയിൽ 3 ദിവസം എതിർകക്ഷി രവിയുടെ കൂടെ നിർത്തേണ്ടതാണെന്നും മാതൃവാത്സല്യം കൂടുതൽ ലഭിക്കേണ്ട പ്രായത്തിലുള്ള ഈ കുട്ടിയെ ബാക്കി ദിവസങ്ങൾ മാതാവായ ഇന്ദുവിന്റെ കൂടെ നിർത്തേണ്ടതാണെന്നും ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടിലെ വകുപ്പുകൾക്ക് വിധേയമായി കോടതി വിധി കൽപ്പിക്കുന്നു. മോളെ വെറുതെ ഇരിക്കേ, പറയുന്നത് കേക്ക്. ചുമ്മാ ഇരിക്കെ, പറയുന്നത് കേക്ക്. നീ അടി വാങ്ങിക്കും. പറഞ്ഞേക്കാം. ഒന്ന് ചുമ്മാ ഇരിക്കും മോളെ, പറയുന്നത് കേക്ക്. പോലെ വണ്ടി എടുക്കാം. വെറുതെ ഇരിക്കേ. ഹലോ, ചന്ദ്രശേഖര മേനോൻ. ഞാനാണ് ഡാഡി. എന്തായി മോളെ? ഡാഡി നാളെ ഇങ്ങോട്ട് വരണം. കാര്യങ്ങളൊക്കെ എവിടം വരെയായി മോളെ? എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ. വെരി ഗുഡ്. ആ, ഞാൻ നാളത്തെ ഫ്ലൈറ്റ് എത്തിയേക്കാം. എന്താ മോളെ, എന്തിനാ ഇത്ര പെട്ടെന്ന് ഡാഡിയെ വിളിച്ചത്? അങ്കിളിന് അറിയാമോ,
എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഡാഡിയുടെ അപ്രതീക്ഷിതമായി ഈ വരവ്. മോൾ എന്തായി പറയുന്നത്? സിംഗപ്പൂരിലായിരുന്നു അങ്കിൾ. അതൊന്നും വ്യക്തമായി അറിഞ്ഞിരിക്കില്ല. എന്റെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം തകർന്നു വീഴാൻ കാരണക്കാരനായി ഒരുത്തൻ ഇന്നിവിടെ സുഖമായി ജീവിക്കുന്നു. അവനോട് എനിക്ക് പകരം ചോദിക്കണം. അങ്കിളിന് അറിയാമോ എന്റെ വിവാഹം മുടങ്ങിയത് എങ്ങനെയാണെന്ന്? എന്റെ കുടുംബത്തിന്റെ മാനം പോകാൻ കാരണക്കാരൻ ആരാണെന്ന് അങ്കിളിന് അറിയാമോ? ഇന്ദുവിന്റെ ഭർത്താവായ എഞ്ചിനീയർ രവി. അവൻ ഇന്ദുവിന്റെ ഭർത്താവ് അല്ലാതാകണം. അത് ഞാൻ നേടിക്കഴിഞ്ഞു. അവനിന്ന് ഇന്ദുവുമായി യാതൊരു ബന്ധവുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. ഡാഡി വരട്ടെ, ഞാൻ എല്ലാം വ്യക്തമാക്കാം. ഡാഡി എപ്പോഴാ വരുന്നത്? നാളെ മോർണിംഗ് ഫ്ലൈറ്റിന്. ഡാഡി, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എഞ്ചിനീയർ ആണവൻ. ഓ, ആരാണ് എന്റെ പ്രൊപ്പറേറ്റർ? ഐസക് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതാണ് ഡാഡി ഐസക് കൺസ്ട്രക്ഷന്റെ പ്രൊപ്പറേറ്ററുടെ അഡ്രസ്. ഡാഡി ഇപ്പൊ തന്നെ മിസ്റ്റർ ഐസക്കിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തേക്കും. ശരി മോളെ. Hello. Mr. Isaac there? Yes, speaking. I am Chandrasekhara Menon from Bangalore. Yes, what can I do for you? നിങ്ങളുടെ ഹൗസിംഗ് കോംപ്ലക്സ് വിൽക്കുന്നതിനെ കുറിച്ച് ഹിന്ദു പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിരുന്നു. ശരിയാണ്, ഞാൻ കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. നമുക്ക് എപ്പോ കാണാം? എപ്പോ വേണേലും കാണാമല്ലോ. Then I will contact you tomorrow morning. Okay? Okay, I'll be here only. ഇതിന്റെ വർക്ക് പൂർത്തിയാകാൻ എത്ര മാസം വേണ്ടിവരുമെന്നാണ് മിസ്റ്റർ ഐസക്കിന്റെ നിഗമനം? We can finish within 3 months. 3 മാസം മതിയാവും. ഇവിടുത്തെ വർക്കേഴ്സ് ഒക്കെ എങ്ങനെയാ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. സാധാരണയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇതാ മിസ്റ്റർ രവി, നമ്മുടെ എഞ്ചിനീയർ. ഹലോ. മോർണിംഗ് സർ. മോർണിംഗ്. മോർണിംഗ്. സാറേ, ഐസക് സാറിന്റെ കൂടെ ഒരു പുതിയ ആളെ കാണുന്നുണ്ടല്ലോ. അതാണ് പുതിയ മുതലാളി. ഐസക് സാർ ഈ സൈറ്റ് അദ്ദേഹത്തിന് വിറ്റു. ഇവളില്ലായിരുന്നെങ്കിൽ അന്നേ ഞാൻ അവനെ അവസാനിപ്പിക്കുമായിരുന്നു. കൂട്ടുകാരിയെ വിവാഹം കഴിച്ചു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് രജനി എന്നെ തടയുകയായിരുന്നു. ഇന്ദുവിന്റെ വിവാഹം വരെ നിങ്ങൾ ഇതിന് കാത്തിരുന്നു? അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ആ വിവാഹം നടക്കുമെന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ രജനി തന്നെ അത് മുടക്കുമായിരുന്നു. ഏതായാലും ഇനി ഈ സന്ദർഭം ഞാൻ പാഴാക്കില്ല. എവിടെ പോകുന്നു? ഇന്ന് മോളെ കൊണ്ടുവരേണ്ട ദിവസമല്ലേ? ഞാൻ പോയി കൊണ്ടുവന്നാ പോരെ? വേണ്ട, ഞാൻ തന്നെ പോവാം.
തന്ത വരുന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു വെപ്രാളം കണ്ടില്ലേ? അത് വന്നിരിക്കേ, വന്നിരിക്കാൻ. ഡാഡി, 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 എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു.